ഈ അനുഗ്രഹീത സദസ്സിൽ ഓരോരുത്തരുടെയും വൈയക്തികരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ സ്ഥാപനം തങ്ങളുടെ ഉമ്മയാണെന്നും ഈ സ്ഥാപനത്തിന് രൂപം നൽകാൻ ജീവാർപ്പണം ചെയ്ത ബാനിയുടെ ഓർമ്മ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ഈ മഹത്തായ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ഏറെ ആദരണീയരായ റഹ്മാനീസ് ജ്യേഷ്ഠനുജ സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിന്റെ വിവിധ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, ഈ മഹാസംഗമത്തിൽ സംബന്ധിക്കുന്ന സഹൃദയരായ ജ്യേഷ്ഠനുജ സഹോദരങ്ങളുടെ മാന്യ ശ്രോതാക്കളെ, പരിപാടി ആരംഭിച്ചത് മുതൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സമാദരണീയരായ ജനറൽ സെക്രട്ടറിയും റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലം മുതൽ തന്നെ മുത്തവൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ബോർഡിന്റെ ഒരു പ്രധാന അംഗം എന്നതിനപ്പുറം ഇവിടുത്തെ സിലബസിന്റെയും ദൈനംദിന കാര്യങ്ങളിലൊക്കെ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമായി നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും പ്രത്യേകിച്ചും നമ്മുടെ എല്ലാമായിരുന്ന മർഹൂം കൊട്ടുമല ബാപ്പു ഉസ്താദ് നവറല്ലാഹു മർഖദ മഹാനുഭാവനോട് ഒരു വല്ലാത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന, അതുവഴി ഈ സ്ഥാപനത്തോട് എന്നും സ്നേഹബന്ധം നിലനിർത്തിപ്പോന്ന മർഹൂം ഉസ്താദ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ കുറിച്ചാണ് രണ്ടു വാക്ക് എനിക്കിവിടെ ഓർമ്മിക്കാനുള്ളത്. അനുസ്മരിക്കുമ്പോഴും ആദ്യം വരുന്ന വിശേഷണം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടികളെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളായി മാറണമെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ സന്ദേശം ജീവിതത്തിൽ മരണം വരെ പുലർത്തിപ്പോന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. നമ്മളോടൊക്കെ വിളിച്ചഭിസംബോധന ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും മഹാനവറുകൾ നൽകുന്ന വില കണ്ടാൽ അത്ഭുതം തോന്നിപ്പോകും. പലപ്പോഴും പല യാത്രകളിലും പല സദസ്സുകളിലും മഹാനായ ഉസ്താദിന്റെ കൂടെ നിൽക്കുവാനും കൂടെ യാത്ര ചെയ്യാനും കിട്ടിയ അവസരങ്ങളിലൊക്കെ ഒരു ഖുറവിയായ ആലിമിനുണ്ടാവേണ്ട സ്വഭാവവിശേഷണങ്ങളെല്ലാം ഒത്തുചേർന്ന നമുക്ക് കൂടെ ജീവിക്കാൻ കഴിഞ്ഞ ഒരു മഹാഭാഗ്യമായി മനസ്സിൽ തോന്നിപ്പോകുന്ന രീതിയിലുള്ള സ്വഭാവവും പെരുമാറ്റവുമായിരുന്നു മർഹൂം ആലിക്കുട്ടി ഉസ്താദിന്റേത്. അല്ലാഹു തആല മഹാനവറുകളുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. അതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ സ്വീകാര്യനാവുക, അതൊരു വലിയ അംഗീകാരമാണ്. ഇന്ന് കേരളത്തിലുള്ള പല നേതാക്കന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ അവർ സ്വന്തം നാട്ടിൽ ആളുകൾക്ക് പ്രിയപ്പെട്ടവരാവില്ല. നേരെ മറിച്ച് കൗമാരം കഴിയും മുമ്പേ ഒരു മഹല്ല് മഹാനവറുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഖാളിയായി അവരോധിതനാവുക, നാട് മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവായി അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു ആലിമിന് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എംഡി ഉസ്താദ് സൂചിപ്പിച്ച പോലെ ആദർശത്തിന്റെ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണിശമായൊരു തീരുമാനമെടുത്താൽ അത് പ്രഖ്യാപിക്കുന്നതിനും അതിന് ചേർന്ന് നിൽക്കുന്നതിനും യാതൊരു വൈമനസ്യവും മഹാനായ ആലിക്കുട്ടി ഉസ്താദിനുണ്ടായിരുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തകനാകുമ്പോൾ തന്നെ ആത്മീയ രംഗത്ത് ഉയർന്നു ചിന്തിക്കുവാനും ജീവിതത്തിൽ ആ നിഷ്ഠ നിലനിർത്തി മുന്നോട്ട് പോകാനും മഹാനവറുകൾക്ക് സാധിച്ചു. അധ്യാപനം ഒരു ആസ്വാദന കലയായി അദ്ദേഹം തീർച്ചയായും ജീവിതത്തിൽ നിലനിർത്തി. അറിവിന്റെ ആഴങ്ങൾ കണ്ടെത്തുമ്പോഴും വിനയത്തിന്റെ പാരമ്യതയിലേക്ക് അങ്ങേയറ്റ വിനയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ അതേപോലെ തന്നെ ബഹുഭാഷാ തലത്തിൽ ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ തമാശയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് റഹ്മാനി അറബി കോളേജ് എന്ന് വരുന്ന കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അതിന് പ്രധാനപ്പെട്ട 2-3 കാര്യം അദ്ദേഹം ഈ വിനീതനോട് പറഞ്ഞത് ഓർത്തു പോവുകയാണ്. ഒന്ന്, എല്ലാ ഭാഷകളിലും ഈ കുട്ടികൾക്ക് പ്രത്യേക കഴിവാണ്. റഹ്മാനിയിൽ ബിരുദം നൽകുന്നതിന് മുമ്പ് ജാമിയയിലേക്ക് റഹ്മാനിയുടെ കുട്ടികൾ വരുമ്പോൾ ഞാൻ അവരെ പ്രത്യേകം ശ്രദ്ധിക്കും. നൂറുൽ ഉലമയുടെയും അതേപോലെ തന്നെ അവിടെ നിറങ്ങുന്ന അൽമുനീറിന്റെ ഒക്കെ തലപ്പത്ത് അവർ വരണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നല്ല വെടുപ്പിലും വൃത്തിയിലും കാര്യങ്ങൾ ചെയ്യാൻ റഹ്മാനിയുടെ സന്തതികൾക്ക് പ്രത്യേക കഴിവുള്ളത് എനിക്ക് ബോധ്യമാണെന്ന് പറഞ്ഞ് കൗതുകത്തോടെ സന്തോഷത്തോടുകൂടെ ഉസ്താദി വിനീതനോട് പങ്കുവെച്ച ചില വാക്കുകൾ ഇന്ന് മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ആ അർത്ഥത്തിൽ ഈ സ്ഥാപനത്തോട്, സ്ഥാപനത്തെ സന്തതികളോട് വല്ലാത്ത ഇഷ്ടവും ബഹുമാനവും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നിലനിർത്തി പോന്നിരുന്നു. ഈ സമയത്ത് നമ്മൾക്ക് ഏറെ പഠിക്കാനും പകർത്താനും പരിശീലിക്കാനും അടുത്ത തലമുറക്ക് പകർന്നു നൽകാനുമുള്ള മഹിതമായ ഒരുപാട് ആശയങ്ങൾ
മഹാനായ ഉസ്താദ് അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അത് ഞാൻ സൂചിപ്പിച്ച ഒന്നാമത്തേത് പെരുമാറ്റത്തിന്റെ ഔന്നിത്യമാണ്. അതേപോലെ തന്നെ അറിവ്, അത് കൃത്യമായി നിരന്തരം വായിച്ചും പഠിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് അറബിയിൽ എഴുതാനും വായിക്കാനും കവിത എഴുതുവാനും കവികളെയും വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്ത മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ആഗോളതലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാരുമായി, മുസ്ലിം സംഘടനകളുമായി, സംവിധാനങ്ങളുമായി കൃത്യമായ ബന്ധം നിലനിർത്തിപ്പോന്ന ഒരു ആഗോള പണ്ഡിതനെയാണ്, ഒരു മാതൃകാ പുരുഷനെയാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ വിയോഗത്തിലൂടെ കൈരളിക്ക് മലയാളി മുസ്ലിമിന് ലോകത്തിന് നഷ്ടമായിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനയും പ്രയാസമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ആലിമിന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ഇടങ്ങളിലൊക്കെ എത്തിച്ചേരുവാനും ആളുകളുടെ മനസ്സിൽ ഒരു സ്നേഹനിധിയായി സൗമ്യതയുടെ, സഹനത്തിന്റെ, വല്ലാത്ത നിഷ്കപടമായ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായി മനസ്സിൽ താലോലിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഒരു ആലിമിന് ഉയർന്നു പോകാൻ കഴിയുക എന്നുള്ളത് കേരളത്തിൽ ലഭ്യമാകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരവും നേട്ടവുമാണ് എന്ന് നാം മനസ്സിലാക്കുകയും ആ മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോവാൻ മഹാനുഭാവൻ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോയി എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ പോഷക ഘടകങ്ങൾക്ക് ശക്തി പകരുകയും ആ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അടിപതറാതെ മുന്നോട്ട് പോവാൻ ഞാൻ നിങ്ങളും പ്രതിജ്ഞാബദ്ധരാവുക. മഹാനായ ഉസ്താദുമാരോടൊപ്പം നമ്മയും ബന്ധുജനങ്ങളെയും നമ്മിൽ മൺമറഞ്ഞു പോയ ഉസ്താദുമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബ് അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ.